നമ്മുടെ ധ്യാൻ ചേട്ടൻ ജയിലിൽ പോയിട്ട് പൊട്ടിച്ചൊരു ബോംബിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ജയിലിലെ കൊടും ഭീകരനായിട്ടുള്ള ജയിലറാണ് നമ്മുടെ മനോജേട്ടൻ. മനോജേട്ടൻ്റെ ഈ പടത്തിലൊരു ലുക്ക് ഉണ്ട്, എൻ്റെ പൊന്നു മോനെ. പ്രിൻസ് ആൻസിന്റെ ലുക്ക് പിടിക്കാൻ നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ധ്യാൻ ചേട്ടൻ അവിടുത്തെ വേറൊരു ഓഫീസറാ. അവിടുത്തെ ഒരു തടവുകാരൻ പറയും, ഞാൻ ജയിലിൽ കിടന്നിട്ട് മടുത്തു, എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുന്നു ചോദിക്കും ധ്യാൻ ചേട്ടനോട്. അപ്പോൾ ധ്യാൻ ചേട്ടൻ അതിനെന്താ ഞാൻ കൊണ്ടുപോകാലോ എന്ന് പറയും. പെർമിഷൻ വാങ്ങാനായിട്ട് നമ്മുടെ മനോജേട്ടൻ്റെ അടുത്തേക്ക് വരും. മനോജേട്ടനപ്പോൾ അവന്മാരാരെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ജയിലിലോടെന്ന് പറയും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് നമ്മുടെ ധ്യാൻ ചേട്ടൻ പറയും, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ധ്യാൻ ചേട്ടന് എന്തിന് ഇത്ര റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചാൽ ഈ ജയിലിലെ കുറ്റവാളികളൊക്കെ ഒരുമാതിരി പ്രശാന്ത് നീലിൻ്റെ കരിപ്പൊടിയിൽ വീണമാതിരി ഇരിക്കണേ. നമ്മുടെ ധ്യാൻ ചേട്ടൻ ജയിലിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് പ്രതികളിൽ നമ്മുടെ അടിമാലി ഉണ്ട്. മൂപ്പര് സ്റ്റാർ മാജിക്കിൽ വെച്ച മീശയൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. മൂപ്പര് കൊലക്കേസിലെ പ്രതിയാണ്. മൂപ്പര് ഒരാളെ കൊന്നുണ്ട്. ഡോൺമോ ഞാൻ ഷൂട്ട് ചെയ്യും, ഡോൺമോ. ധ്യാൻ ചേട്ടൻ എന്നിട്ട് പുറത്തേക്ക് പോകാനുള്ളതൊക്കെ സെറ്റായി എന്ന് ഇവരോട് പറയും. ഓടിപ്പോരുതെന്ന് പറയും. ഓടിപ്പോയാൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അവർ പോവില്ല എന്ന് പറയും. എന്നിട്ട് ഇവർ പുറത്തേക്ക് പോവും. ധ്യാൻ ചേട്ടൻ ഇവന്മാരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ചോളകൃഷി നടത്തും. ചോളകൃഷി നടത്തിയിട്ട് പിന്നെ ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് പച്ചക്കറി വിൽക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ധ്യാൻ ചേട്ടനാ. ഇവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ. സലാറിലെ പ്രവാസി മുളക് പൊടി കൂട്ടി ചോറ് കഴിക്കണ മാതിരി ഇവിടെ ഇവർ പച്ചമുളക് വാരിയിട്ടിട്ടാണ് ചോറ് കഴിക്കുക. ഈ പടത്തിലൊരു നായികയുണ്ട്. ഈ നായികയ്ക്ക് ഒരു ഹോബി ഉണ്ട്. ഒരു പട്ടിക്കുഞ്ഞു പോലെ ഇല്ലാത്ത ഈ തരിശു ഭൂമിയിൽ വന്നിട്ട് കളിപ്പാട്ട കച്ചവടം നടത്തും. എന്ത് ഡിഫറെന്റ് കളറിലെ ബോൾസ് ഞങ്ങൾ കണ്ടെന്നറിയാ. ഓറഞ്ച്, ഈ സൈഡിൽ കുറേ മൾട്ടിപ്പിൾ കളർ ബോൾ, ഇതാണ്ടാ ഡിഫറെന്റ് കളറിലുള്ള കാറ്. അവിടെയുള്ള ക്രിമിനലിന്റെ വീട്ടിൽ നിന്ന് അവരുടെ പിള്ളേര് വരുമ്പോൾ ധ്യാൻ ചേട്ടനെ അത് കാണും. ധ്യാൻ ചേട്ടൻ കാണുമ്പോൾ അവരോട് പോണ്ടാന്ന് പറയും. ധ്യാൻ ചേട്ടനെ പിള്ളേരെ ഇവിടെ നിർത്താനായിട്ട് ഒരു കാരണമുണ്ട്. പിള്ളേര് വീട്ടിലുള്ളതുകൊണ്ട് ടോയ് ചേച്ചി വീട്ടിൽ വരുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടൻ ടോയ് ചേച്ചീനെ കാണുമ്പോ ഇവര് രണ്ടുപേരും ക്രഷിലാവും. ആയി കഴിഞ്ഞിട്ട് ഒരു പാട്ടിടും. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ. അടുപ്പിന്മേലെ വെച്ച പാൽക്കുടം കാച്ചി നീ പൊങ്ങുന്നതും നോക്കി നിന്നു പൂച്ചയെ പോലെ. ഒരു ദിവസം നമ്മുടെ ധ്യാൻ ചേട്ടൻ ഇവന്മാരുടെ അനക്കൊന്നില്ലാത്തതുകൊണ്ട് ഇവരുടെ റൂമിൽ കയറിയിട്ട് ഇവന്മാർ എന്നിട്ട് ചെയ്യണേന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ധ്യാൻ ചേട്ടൻ പോവും. അപ്പോൾ ഇവന്മാരുടെ കാലിൽ കയറ് കെട്ടി വെച്ചേക്കണ്. അപ്പം അതെന്താന്ന് നമ്മുടെ ധ്യാൻ ചേട്ടൻ ചോദിച്ചപ്പോൾ അവർ പറയും, രാത്രി ഞങ്ങൾക്ക് എങ്ങാനും ഓടി രക്ഷപ്പെടാൻ തോന്നിയാൽ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കാല് കെട്ടി വെച്ചേക്കണ്ടെന്ന് പറയും. ഇത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു ദിവസം ചുമരുമ്പോൾ കുറച്ച് കരിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവരെല്ലാവരും പോയിട്ട് കൈ ആ കരി മുരയ്ക്കും. എന്നിട്ട് ഒരു സ്ഥലത്ത് അത് പിടിച്ചമർത്തും. ഇവരുടെ കരി പുരണ്ട കൈ. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങാനും ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമ്മുടെ ധ്യാനേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ ചെയ്തതാ. പിന്നെ ഒരു ദിവസം നമ്മുടെ ധ്യാൻ ചേട്ടൻ ജോലിക്ക് പോണ സമയത്ത്, സാറ് പോവല്ലേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുക്കും. അപ്പം നമ്മൾ വിചാരിക്കും എന്തിന് കപ്പിലെടുത്താൽ പോലെ എന്ന് വിചാരിക്കും. എന്നിട്ട് ഈ ധ്യാൻ ചേട്ടനോട് ഈ പാത്രത്തേക്ക് ഒന്ന് നോക്കാൻ പറയും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ താടി പഠിച്ചിട്ടില്ല. അപ്പൊ ഓഫീസിൽ പോകുമ്പോ താടി പഠിക്കണ്ടേ. അപ്പൊ താടി പഠിക്കാനായിട്ട് ആള് പറഞ്ഞതാണ്. നിങ്ങപ്പോ ചോദിക്കുക ഇയാൾക്ക് വാ തുറന്ന് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ കണ്ണാടി എടുത്ത് കാട്ടിക്കൂടെയെന്ന്. ഇത് പേട്ടപ്പാടായ കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു ദിവസം പണി ചെയ്യുമ്പോൾ ഉമ്മാര് ഈ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടും. അവരെ പിടിക്കാനായിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ ഓടാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഓടാൻ പറ്റില്ലല്ലോ. അത് കാരണം അവിടെ ഇരുന്ന് വിഷമിക്കും. മനോജേട്ടൻ നമ്മുടെ ധ്യാൻ ചേട്ടനെ പിടിച്ച് ജയിലിലിടും, അവര് രക്ഷപ്പെട്ടു പോയ കാരണം. എന്നിട്ട് പിറ്റേ ദിവസം മൂപ്പര് തിരിച്ച് വീട്ടിൽ വന്നു എന്ന് വേറൊരു പോലീസുകാരൻ പറയും. അപ്പം നമ്മുടെ മനോജേട്ടൻ നമ്മുടെ ധ്യാനേട്ടനെ വെറുതെ വിടും. എന്ത് പരിപാടിയാണ് നീ കാട്ടിയേ?
ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ദിവസം നമ്മുടെ അവരാധക്കുട്ടന്മാർ വെള്ളടിച്ച് കട്ട് ഓഫ് ആയിട്ട് വരും. അപ്പം നമ്മുടെ ടോയ് ചേച്ചീനെ ശല്യം ചെയ്യാൻ നോക്കും. അപ്പം നമ്മുടെ ധ്യാൻ ചേട്ടൻ അവരെ ഇടിച്ച് കൂട്ടും. എന്നിട്ട് റൂമിൽ പോയിട്ട് തോക്കെടുക്കും. നമ്മൾ വിചാരിക്കും ഇവന്മാരൊക്കെ ഇടിച്ച് കൂട്ടുന്നു നമ്മുടെ ധ്യാൻ ചേട്ടൻ. എന്നിട്ട് ആ തോക്കെടുത്തിട്ട് നമ്മുടെ അടിമാലിക്ക് കൊടുക്കും. എന്നിട്ട് വെക്കാൻ പറയും വെടി. അപ്പം നമ്മുടെ അടിമാലി തോക്കെടുത്ത് വെടിവെക്കും. ടോയ് ചേച്ചി തട്ടി കളഞ്ഞ കാരണം ധ്യാൻ ചേട്ടൻ ചത്തില്ല. ചത്തെങ്കിൽ പടം തീർന്നേനെ. എന്ത് പരിപാടി ടോയ് ചേച്ചി കാട്ടിയേ. പിന്നെ ഇവർ സംസാരിച്ച് ആ പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്യും. കാലത്ത് ആ നാട്ടിലെ വലിയ കൃഷിയൊക്കെ ചെയ്യണ വലിയ മച്ചാൻ വരും. മച്ചാൻ വന്നിട്ട് പറയും, നിങ്ങൾ ഇവിടെ കൃഷിയും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നിർത്തി പരിപാടി കഴിഞ്ഞ് പൊക്കോളം പറയും. അപ്പോൾ അയാളെ ഇവർ അപമാനിച്ചു വിടും. ഇപ്പം രാത്രി മൂപ്പര് ഇവരുടെ കൃഷി അങ്ങ് കത്തിക്കും. അടിമാലിയും ടീം അവിടെ വെള്ളടിച്ച് കട്ട് ഓഫ് ആയിട്ട് കിടക്കായിരിക്കും. മറ്റേ കൂടെ ഒരു കാളേനെ അങ്ങ് അഴിച്ചു വിടും നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ അടുത്തേക്ക്. നമ്മുടെ കാളസാർ അങ്ങനെ പവറായിട്ട് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ വയറ്റത്ത് അങ്ങനെ ഒറ്റ കുത്തങ്ങ് കുത്തും. അങ്ങനെ നമ്മുടെ ധ്യാൻ ചേട്ടൻ അങ്ങനെ കുത്തുകൊണ്ട് പടാവും ഗൈസ്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് കുഴിച്ചിടും. അങ്ങനെ പടം കഴിയും. ഇതൊരു ഗംഭീര പഴയ കാരണം യൂട്യൂബിലുണ്ട്, ഹിന്ദി ഡബ്ബാണ്. നിങ്ങൾ കണ്ടു നോക്കിട്ടാ. ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായി പോവും. അജാതി സീനാണ് ഈ പടം.